നോമ്പിന് എല്ലാവരും സമൂസ ഒക്കെ വീട്ടിലുണ്ടാക്കും അല്ലേ? പക്ഷെ അധികം ആൾക്കാരും ലീഫ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തായാലും ലീഫ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ല കേട്ടോ ചെയ്യാം. നമ്മുടെ വീട്ടിൽ കാണിക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നും വീട്ടിൽ സമൂസ ഒന്നുമില്ലല്ലോ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ അന്നേക്കുള്ളത് അന്നേക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അല്ല കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ എന്തായാലും ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതായത് ഇതുപോലെ മൈദമാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം വെക്കാം. എന്നിട്ട് നമ്മൾ അതിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് ഒക്കെ വെജ് സമൂസ ആയിട്ടൊന്ന് ഉണ്ടാക്കാൻ പോകണം. ഫില്ലിംഗ് ഒക്കെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം കേട്ടോ. അത് ചിക്കൻ ആയാലും ബീഫ് ആയാലും ഒക്കെ. അപ്പൊ തൽക്കാലം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, ക്യാബേജ് ഈ ഐറ്റംസ് ഒക്കെയാണ് ഇട്ട്, മുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഐറ്റംസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് സാധാരണ. ക്യാരറ്റ് വീട്ടിലില്ല, ക്യാരറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വെക്കാം. ഇപ്പൊ കുഴച്ച മാവുന്ന് 9 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അതങ്ങ് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ട് ഒരു ഗ്രാനൈറ്റിന്റെ പീസിലാണ് കേട്ടോ അത് പരത്തി എടുക്കാറുള്ളത്. അതിലേക്ക് ലേശം എണ്ണ തടവിയിട്ട്, വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് കുറച്ച് തേച്ചാൽ മതി എന്ന് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആള് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അത് ശരിക്കും പരന്ന് വരുന്നില്ല, ഈ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്താണ് കേട്ടോ. നമ്മൾ കുറച്ച് അധികം നേരം വെച്ചാൽ അത്രയും ബെറ്ററാണ്. ഇതുപോലെ ഇങ്ങനെ ചപ്പാത്തി കോലിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ചൂടായ പാനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് നല്ലോണം വെന്ത് ഞെരിഞ്ഞൊന്നും പോകണ്ട. ഞെരിഞ്ഞ് പോയി കാണുന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതായത് സമൂസേൻ്റെ ലീഫ് കണ്ടിട്ടില്ലേ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അങ്ങനെ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു പൈപ്പിലിട്ടിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഫില്ലിങ് ഉണ്ടാക്കാനും നിൽക്കുന്നുണ്ട്. ജസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ. പിന്നെ എങ്ങനെ നല്ല ആകൃതിയിലും ഷേപ്പിലും നല്ല ആകൃതിയിലൊക്കെ ഒരേ ഷേപ്പിലൊക്കെ വെട്ടി മുറിച്ചണം. സൗണ്ട് വേവും. ഇത് 6 ഉണ്ടാക്കാനല്ലേ എന്റെ കുട്ടിക്ക്? അപ്പൊ എനിക്കില്ല ആകൃതി കുട്ടി അറിയോ? ട്രോള് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മച്ചിനെ ട്രോളാനും നിൽക്കാൻ കേട്ടോ. ഫില്ലിങ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കുന്നു പറഞ്ഞിട്ട്. ഒരു ഷീറ്റ് നമുക്ക് 4 ലീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ്. ഞാൻ നോക്കിക്കൊണ്ടോണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് റെഡി ആവാത്തതാണ് കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ നമ്മൾ ഫില്ലിങ് ആക്കിയിട്ട് അതിക്ക് വേവിച്ച പട്ടാണിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിന് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുക. പിന്നെ സമൂസ മടക്കണ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ടാണ്. ഞാനവിടെ വീട്ടിലുണ്ടെങ്കിൽ സമൂസ മടക്കാൻ എന്നെ തന്നെ ആക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. ബാക്കിയുള്ള പണിക്കൊന്നും അത്ര വലിയ ഉഷാറില്ലെങ്കിലും സമൂസ ഇങ്ങനെ മടക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ആ സ്പീഡിൽ ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും, അതിപ്പോൾ സമൂസന്റെ കാര്യമല്ല, വേറെ എന്ത് വീട്ടിലെ ജോലിയായാലും നമ്മൾ പുറത്തുള്ള ജോലിയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സ്പീഡും അതിനൊരു ഭംഗിയും വൃത്തിയും ഒക്കെ ഉണ്ടാക്കും. ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതൊരു കാര്യമായാലും അതിലൊരു ഭംഗിയില്ലാതെ നീറ്റ്നെസ് ഇല്ലാതെയും ഒക്കെ നിൽക്കുക. എന്തൊരു കാര്യമായാലും നമ്മളെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ. ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവർ എന്ത് പറയണം എന്നുള്ള കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ നമുക്കൊരിക്കലും നമ്മളെ ജീവിതം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയൂല. ഒരുപാട് കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. നമ്മളെ ഇഷ്ടത്തിനാണല്ലോ ജീവിച്ചത്. അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിച്ച ആ ഒരു മനസ്സമാധാനമെങ്കിലും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സമൂസ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചെടുത്ത് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. വെപ്രാളപ്പെട്ടാണ്. അതിനും കുറ്റം കേട്ടോ, ഈ വീഡിയോ എടുക്കാൻ നിന്നിട്ടാണ് ലേറ്റ് ആയിട്ട് എന്നുള്ളത്. എന്തായാലും റെഡി ആയി.